പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ സന്നിധാനത്തേക്ക് വിടുന്നത്. രാവിലെ 10:30 മുതലാണ് പമ്പയിൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട് പമ്പയിൽ നിന്നും. മിഥുൻ, തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷം സന്നിധാനത്ത് നിന്ന് തിരികെ മലയിറങ്ങുന്ന തീർത്ഥാടകരും പമ്പയിലേക്ക് എത്തുകയാണ്. വിഷ്ണു അല്പസമയം മുൻപാണ്, ഏകദേശം 15 മിനിറ്റുകൾക്ക് മുൻപാണ് ഈ പമ്പയിൽ തടഞ്ഞു നിർത്തിയിരുന്ന ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിട്ട് തുടങ്ങിയത്. പമ്പയിലെ സ്ഥിതി തിരക്ക് നിയന്ത്രണ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്ത് നിന്നും ഭക്തജനങ്ങൾ മലയിറങ്ങി വരുന്ന ഭക്തജനങ്ങളും പമ്പയിലേക്ക് കടന്നു വരുന്നത്. ഇനി ഏകദേശം കുറച്ച് സമയത്ത് ഇങ്ങനെ മലയിറങ്ങി വരുന്ന ഭക്തരും ഒപ്പം തന്നെ കയറുന്ന പമ്പയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് തുടർന്ന് പ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് മലയിലേക്ക് പോകുന്ന ഭക്തരും ചെറിയ തിരക്ക് വർധന ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ വലിയ രീതിയിൽ ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ഈ നടപ്പന്തലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ഏകദേശം കടത്തിവിട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 20 മിനിറ്റിനുള്ളിൽ നടപ്പന്തലിൽ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ഏകദേശം 8 മണിക്കൂർ 10 മണിക്കൂറിനടുത്ത് രാവിലെ 10 മുതൽ ഇത്രയും സമയം വരെയുള്ള സമയം കാത്തിരുന്ന ഭക്തജനങ്ങളെ മുഴുവൻ ഏകദേശം മല കയറാൻ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 15-20 മിനിറ്റുകൾക്ക് മുൻപാണ് ഇത്തരത്തിൽ നിയന്ത്രണം നീക്കിയത്. ഇനി ചെറിയ രീതിയിലുള്ള ഒരു തിരക്ക് വർധന ഉണ്ടാകുമെങ്കിലും അത് വളരെ വേഗത്തിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കുന്നതിലാണ് ഇവിടെ നിലയുറപ്പിച്ചിരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്ത് നിന്നും ഭക്തജനങ്ങൾ മലയിറങ്ങി താഴേക്ക് വരുന്ന സമയത്തിന് ക്രമാനുഗതമായി തന്നെയാണ് ഭക്തജനങ്ങളെ നിയന്ത്രണത്തോടു കൂടി തന്നെ മുകളിലേക്ക് സന്നിധാനത്തേക്ക് കടത്തിവിടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്ഥിതി നിയന്ത്രണ വിധേയമാകും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പമ്പയിലെ തിരക്ക് നിയന്ത്രിക്കാനാകുന്നതാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിരുന്നത്.